ജീവിതമാകുന്ന തീർത്ഥാടനത്തിന്റെ വഴിത്തിരിവുകൾ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ്. അഹങ്കാരത്തിന്റെ കൊമ്പുകൾ തകരുമ്പോഴാണ് അവൻ ദൈവിക പദ്ധതി തിരിച്ചറിയുന്നത്. ചിറ്റാറ്റുകര വിശ്വാസ പരിശീലന യൂണിറ്റിലെ അധ്യാപകർ അവതരിപ്പിക്കുന്ന ലഘുനാടകം പ്രത്യാശയുടെ തീർത്ഥാടകർ. നാടകരചന ഫാദർ റോബിൻസൺ കുഴിക്കോടി. സംവിധാനം ബാബു കെ പോൾ. കഥാപാത്രങ്ങളും വേഷമിട്ടവരും: അപ്പച്ചൻ സിജിൻ, അമ്മ ജോ മരിയ, ഡോക്ടർ ജിൻസി താര, ഡോക്ടർ ജോജി ജസ്റ്റിൻ, സഹോദരൻ ആൽബിൻ. ഈ നാടകത്തിന്റെ മുഴുവൻ ചുമതലയും നിർവഹിച്ച ബാബു കെ പോ മാസ്റ്റർക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്നേഹപൂർവ്വം ആരംഭിക്കട്ടെ. പ്രത്യാശയുടെ തീർത്ഥാടകർ. ഈ പത്രക്കാരന്റെ ഒരു കാര്യം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകരുത്. എന്നാലും ഇങ്ങനെ ഇടും. മോളെ, എടി ജിൻസി മോളെ, നീ വന്നേ. എന്നാ മമ്മി? ഞാൻ ഈ കോട്ടൺ അയൺ ചെയ്യുമായിരുന്നു. നീ ഇത്ര പെട്ടെന്ന് പോകാൻ ഇറങ്ങിയോ? എന്തോ മെഡിക്കൽ എമർജൻസി ഉണ്ടെന്ന്. 8 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ദേ ഇങ്ങോട്ട് നോക്കേ, നിന്റെ ഫോട്ടോ പത്രത്തില്. ഓ, ഇതാണോ? ഇതാ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഇനാഗുറേഷൻ സെറമണിയാ. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാരും കൂടെ അല്ലേ. മമ്മി എന്നാ ഈ തുറച്ചു നോക്കുന്നേ? നിനക്ക് പറ്റിയ ഡോക്ടർ ചെക്കന്മാരും എല്ലാം ഉണ്ടോന്ന് നോക്കിയതാ. ഓ പിന്നെ, എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. മമ്മി പപ്പ അതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, കല്യാണാലോചനയും കൊണ്ടിരുന്ന സമയം പോവും. ഞാൻ പോയിട്ട് വരാം മമ്മി. ഉണ്ട്. രാവിലെ എന്തോ എമർജൻസി കോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങും അവള്. പപ്പ, ഞാൻ പോവാ. ഡ്യൂട്ടിക്ക് കയറണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. സുസൻ, കുരിക്കാട്ടിലെ ഫിലിപ്പിന്റെ മകൾ വെറും MBBS കാരിയായ മാത്രം പോരാ, MD കൂടെ എടുത്ത് എനിക്ക് അവിടെ വലിയൊരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ അധികാരിയാണ്. എങ്കിലേ എന്റെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാവും. കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ? നിനക്കെന്താ ഞാൻ പറഞ്ഞതിലത്ത് താല്പര്യമില്ലാത്ത പോലെ? ഇച്ചയ, നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും ദൈവം വിചാരിച്ചതല്ലേ നടക്കൂ. അതൊക്കെ നിങ്ങൾ ഈ ദൈവവിശ്വാസികളോരോ വെറും തോന്നല. കുരിക്കാട്ടിൽ ഫിലിപ്പിന്റെ ഇന്നോളമുള്ള കണക്കുകൂട്ടലുകളിൽ ഏതാണ് പഴിച്ചിട്ടുള്ളത്? 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും 1ാം റാങ്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നവനെ അന്നത്തെ ബാക്ക് ബെഞ്ചുകാരനായി ഈ ഫിലിപ്പിന്റെ കമ്പനിയിലെ ശമ്പളക്കാരനായിപ്പോ ചെറുപ്പത്തിൽ അപ്പന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോയപ്പോ മുതലാളി ചമഞ്ഞ് പരിഹസിച്ചവരെ ഇപ്പോ ഈ ഫിലിപ്പിന്റെ ഖദർ കുപ്പായം കണ്ട എഴുന്നേറ്റ് നിൽക്കും. മൂത്തവനെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതിക്കൂട്ടി തന്നെയാ. 40 ലക്ഷം മുടക്കി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതേ അതിന്റെ 10 ഇരട്ടി ഉണ്ടാക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാ. എവിടെയാണ് ഈ ഫിലിപ്പിന്റെ കണക്കുകൂട്ടൽ തെറ്റിയത്? നീ പറ സൂസമ്മേ. ഇച്ചായൻ ഇങ്ങനെ അഹങ്കാരം പറയല്ലേ, കർത്താവിന് അത് ഇഷ്ടപ്പെടത്തില്ല. ഈ കോവിഡും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായപ്പോ നീയൊക്കെ പറയുന്ന കർത്താവ് എവിടെയായിരുന്നു? ആ വിശ്വാസമൊക്കെ ഞാൻ പണ്ടേ എന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടതാ. തർക്കിക്കാൻ എനിക്ക് അറിയത്തില്ല ഇച്ചായ. പക്ഷേ ഇച്ചായ, ഇതൊക്കെ ഇച്ചായന്റെ വെറും തോന്നലുകളാണ്. അത്രേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. എന്നാ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഒരു ഡോക്ടറുണ്ട്, പേര് ജോജി. അവളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവൾക്ക് അവൻ നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു. തന്നെയല്ല, ടൗണിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവരിപ്പോ പണിതുകൊണ്ടിരിക്കുക. ഞങ്ങളത് പറഞ്ഞങ്ങ് ഉറപ്പിച്ചു. പിള്ളേർക്ക് തമ്മിൽ ഇഷ്ടമാണോന്ന് അറിയാതെ എങ്ങനെയാ? അവർ ഒന്നിച്ചു പഠിച്ചതാ, ജോലി ചെയ്യുന്നു ഒന്നിച്ച്, ഇരുവരും പരിചയക്കാരുമാണ്. ഇനിയിപ്പോ എന്ത് നോക്കാനാ? അത് പിന്നെ ഇച്ചായ, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. ഏതായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ അച്ഛനോ? എന്നാച്ചാ? ഫിലിപ്പ് സാറേ, ഞാനത് സാറിനോട് പറഞ്ഞ ആ കാര്യം എന്തായി? ഓ, ആ ബീവറേജ് മാറ്റുന്ന കാര്യമല്ലേ? ഞാനത് MLA യോട് സംസാരിച്ചിട്ടുണ്ട്. സാറേ, പിള്ളേര് സ്ത്രീകളൊക്കെ പോകുന്ന വഴിയല്ലേ. ഇന്നലെയും കൂടെ സ്കൂൾ പിള്ളേരുടെ അടുത്ത് ആരോ മോശമായി പെരുമാറി എന്നൊക്കെ കംപ്ലൈന്റ് വന്നു. ഞാനും കൂടി വരാം സാറേ. നമുക്ക് നേരിട്ട് പോയിട്ട് MLA യുടെ അടുത്തൊന്ന് കണ്ട് സംസാരിച്ചാലോ? അച്ഛനിങ്ങനെ എടുത്തിയാണാതെ ഓരോന്നിനും അതിന്റെ സമയമെടുക്കുന്നേ. പിന്നെ ഇവിടെ നാട്ടുകാരുടെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ല അച്ഛൻ.
ഫിലിപ്പ് സാർ ഈ ഇടവക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ ഞാൻ സാറ് വഴി ഇടപെടാന്ന് വിചാരിച്ചത്. അച്ഛൻ ഇങ്ങനെ പള്ളിക്കാരും രാഷ്ട്രീയവും ഒക്കെ ഒന്നിച്ച് കാണരുത്. പള്ളിയിൽ ഞാൻ അച്ഛന്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കും, പക്ഷെ സമൂഹത്തിൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത്. ഇനിയുള്ള കാര്യം കൊണ്ട് പറയാം, ആ ബാർ നടത്തുന്നത് ഞാനും കൂടി ഷെയർ ഇട്ടിട്ടാ. അതിനെ അവിടെ നിന്ന് മാറ്റണമെങ്കിലും ഞാൻ വിചാരിക്കണം. അച്ഛൻ എന്നാ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ ചെയ്തു. എന്തിനാ ഇച്ചായ ഇങ്ങനെ ദൈവകോപവും നാട്ടുകാരുടെ മുഴുവൻ ശാപവും വലിച്ച് തല വെക്കുന്നത്? എന്റെ കർത്താവേ, ഇനി എന്നൊക്കെ സംഭവിക്കുമെന്തോ. ഫിലിപ്പ് ഇവിടെ വരെ എത്തിയതേ ഒറ്റയ്ക്ക് തന്നെയാ. ലാഭമില്ലാത്ത ഒരു കളിക്ക് ഞാൻ നിൽക്കത്തില്ലെന്ന് നിനക്കറിയാലോ. നിന്റെ വികാരിച്ചോട് പോയി പറഞ്ഞേരെ, ഫിലിപ്പിനെ കൊണ്ട് തനിനിറം കാണിപ്പിക്കരുത്. എന്റെ ഈശോയെ, എന്റെ ഫിലിപ്പച്ചായന്റെ മനസ്സൊന്ന് നീ മാറ്റണേ. എന്തെങ്കിലും ആ പള്ളിയിലൊന്ന് കയറാൻ തോന്നിയാൽ മതിയായിരുന്നു. അതിനി എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടുവല്ല. അത് മാത്രം എന്റെ പ്രാർത്ഥന. ഡോക്ടർ ജിൻസി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ്? ഇന്നത്തെ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോയിടും. കൂടെ നിൽക്കുവാണേലും ഞാൻ കുറച്ച് ടെൻഷനായി. പിന്നെ ഡോക്ടർ തുളസീധരൻ വന്ന് കൈകാര്യം ചെയ്തു. ആക്ച്വലി ഹി വാസ് സോ അപ്സെറ്റ്. എന്താ താൻ കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ ജോജി, നമ്മുടെ കാര്യം അടുത്ത ആഴ്ച ഉറപ്പിക്കാൻ പോവാന്നാണ് കേട്ടത്. അതെ, തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനെക്കുറിച്ച് പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ജോജി, നമ്മൾ തമ്മിൽ പരിചയവും സൗഹൃദവും ഒക്കെ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഇപ്പൊ വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. അതിനിപ്പോ എന്താ, നിനക്കെന്നെ ഇഷ്ടമില്ലെന്നല്ലോ ഉണ്ടോ? എടാ, നിന്റെ അത്ര എന്നെ അറിയാവുന്ന ആരായി ലോകത്തിലുള്ള ജോജി? അതൊന്നും അല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? പഠിത്തത്തിന്റെ കാര്യമാണോ? MDക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതല്ല ജോജി, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ പ്രാക്ടീസിന് പോയ ഹോസ്പിറ്റലിൽ എന്നെ ഒരുപാട് ടച്ച് ചെയ്ത ഒരാളുടെ മരണത്തെക്കുറിച്ച്. ഏതോ ഒരു സിസ്റ്റർ അല്ലേ? അതെ, എന്നോട് വലിയ സ്നേഹമായിരുന്നു. ക്യാൻസർ പിടിച്ച് വേദന കൊണ്ട് ശരീരം പുളയുമ്പോഴും ആ സിസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമായിരുന്നു, ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ പോലെ. വേദന കുറയ്ക്കാൻ സഡേറ്റീവ് എന്തെങ്കിലും എടുക്കാൻ സിസ്റ്റർ ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നെന്നാണ് നേഴ്സുമാരൊക്കെ പറയുന്നത്. ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ എങ്ങനെ ഇത്രയും ജീവൻ പോകുന്ന വേദന സഹിച്ച് ചിരിക്കാൻ കഴിയുന്നേ? അപ്പോൾ സിസ്റ്റർ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുക, ഞാൻ ഈ വേദന ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഒത്തിരി ആത്മാക്കളെ ഈശോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന്. മോളെ, ഞാൻ സഹിക്കുവല്ല, സ്നേഹിക്കുവാണെന്ന്. ജോജി, എനിക്കതൊന്നും മറക്കാൻ പറ്റുന്നില്ലടാ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അങ്ങനൊരു ജീവിതം എനിക്കും വേണമെന്ന് തോന്നുന്നു. ഒത്തിരി പേരെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുന്ന, ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന, വേദനകളെ പോലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള വഴിയാക്കി മാറ്റുന്ന ഒരു ജീവിതം. ജോജി, മരിച്ചു കിടന്നപ്പോൾ പോലും ആ സിസ്റ്റർ ഹൃദയം തുറന്ന് ചിരിക്കുമായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനൊരു മരണം ഞാൻ കാണുന്നത്. എനിക്കും നീ പറയുന്നത് കേട്ടപ്പോ അതൊരു അത്ഭുതം പോലെ തോന്നുന്നു. ജോജി, നിന്റെ ഒപ്പം ജീവിതം പങ്കിടാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായ ഒരു ഉൾവിളി ആ സിസ്റ്ററിനെ പോലെ ജീവിക്കാൻ എനിക്ക് തോന്നുക ജോജി. ഇതൊരു തോന്നൽ മാത്രമാണോന്നറിയാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കി. എന്നാൽ അതല്ല. കാരണം അത് ഓരോ ദിവസവും എൻ്റെ ഉള്ളിലിരുന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ജിൻസി, അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എൻ്റെ പപ്പ... ജോജി, എൻ്റെ പപ്പയേക്കാൾ എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയാണ് ഉള്ളത്? താൻ ധൈര്യമായി പോക്കോ, തൻ്റെ ആഗ്രഹം നടക്കും. അതിന് ഞാൻ കൂടെ ഉണ്ടാവുന്നു. ദേ, ഇതെൻ്റെ വാക്കാ. പിന്നെ ഇനി നീ എനിക്ക് ജിൻസിയല്ല, സിസ്റ്റർ ജിൻസിയാണ്. കൺഗ്രാജുലേഷൻസ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ കൂടെ നിൽക്കുന്നതിനല്ല, ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ.
എടി ജിൻസി, എന്നാ എന്നാ പറ്റി ഇച്ചായ? അവള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുവാ. ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം. എവിടെടി അവള്, നിന്റെ പുന്നാര മോള്? ഫിലിപ്പച്ചായ കാര്യം പറ, എന്നതാന്നേ ഈ കിടന്ന് ബഹളം വെക്കുന്നത്? എന്ന് തൊട്ടാടി നീ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തു തുടങ്ങിയത്? എന്നതാ ഇച്ചായ? കല്യാണം ഉറപ്പിച്ച നിന്റെ മോള് സന്യസിക്കാൻ പോവാണെന്ന്. ഞാൻ പറഞ്ഞുറപ്പിച്ച കല്യാണം അവള് മുടക്കി. അവൾക്ക് കന്യാസ്ത്രീയാകാൻ പോകണം. എന്നെ മോളെ ഈ പറയുന്നത്? മമ്മി, എനിക്കെന്റെ ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അതെന്റെ ഉറച്ച തീരുമാനമാണ്. ജോർജിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എടി, ഈ കുരിക്കാട്ടെ ഫിലിപ്പിന് ജീവനുണ്ടെങ്കിൽ നിന്റെ കല്യാണം ഞാൻ വിചാരിച്ച പോലെ നടത്തിക്കും. പപ്പ, എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കുണ്ട്. വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ. മോളെ, പപ്പയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അവൾ പറയട്ടെ. പ്രായപൂർത്തിയായവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടെ. ലക്ഷങ്ങൾ കൊടുത്ത് ഞാൻ ഇവിടെ പഠിപ്പിച്ചതേ ഏതെങ്കിലും കന്യാസ്ത്രീ മഠത്തിന് കാശുണ്ടാക്കി കൊടുക്കാനല്ല. പപ്പയ്ക്കെല്ലാം പൈസ കൊണ്ട് അളക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഈ ലോകത്ത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ആത്മസംതൃപ്തി എന്നൊക്കെ പറയുന്നത്. അത് പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാ പപ്പ. ലാഭം നോക്കി മാത്രം ജീവിക്കുന്ന പപ്പയ്ക്ക് അതൊന്നും ഒരിക്കലും മനസ്സിലാത്തില്ല പപ്പ. എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിനിയായി ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജീവിതം തെരഞ്ഞെടുത്തത്. ഈ ഫിലിപ്പ് ജീവനോടെ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല. ഇച്ചായൻ എന്നോട് ക്ഷമിക്കണം. മോളെ, നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ മമ്മി കൂടെ ഉണ്ടാവും. ഈശോ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും നീ ഒരു സിസ്റ്റർ ആകും. ഇച്ചായ, ദൈവം വിളിച്ച നമ്മളായിട്ട് എതിര് നിൽക്കരുത് ഇച്ചായ. അപ്പൊ ഫിലിപ്പിനെ തോപ്പിക്കാൻ എല്ലാരും കൂടെ ഒരുമിച്ചിറങ്ങിയേക്കും അല്ലേ? എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി എന്ന് പറയുക. ഇനി ഫിലിപ്പിന് ഇങ്ങനെ ഒരു മോളില്ല. നീ മരിച്ചുപോയെന്ന് ഞാൻ വിശ്വസിച്ചോളാം. കൊണ്ടുപോയിക്കോ എങ്ങോട്ടാന്ന് വെച്ചാ. നീ കുരിക്കാട്ട് തറവാടിന്റെ പടി ചവിട്ടാൻ നീ വന്നേക്കരുത്. അതിന് ഞാൻ ചത്തുമലച്ച് കിടന്നാ പോലും. കുരിക്കാട്ടിൽ ഫിലിപ്പിന് ഒറ്റ വാക്കും ഒറ്റ അപ്പനമേ ഉള്ളൂ എന്ന് സൂസമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എന്നാ ഞാനെങ്കിലും ഒന്ന് പൊക്കോട്ടെ. അവള് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാവും. പൊയ്ക്കോ. പിന്നെ ആ വഴി അങ്ങ് പൊക്കോണം. തിരിച്ചിങ്ങോട്ട് വരണ്ട. ഇതെന്റെ വീടാ. അപ്പൊ നീ പോകാനുള്ള വണ്ടി വരെ തയ്യാറാക്കിയിട്ടാ ഈ നാടകം കളിക്കുന്നല്ലേ? അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പെങ്ങള് സിസ്റ്റർ ആവുന്ന ദിവസമല്ലേ, എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഇതെന്നാ അപ്പം പോകുന്നില്ലേ? വേഗം ഒരുങ്ങ. ഞാൻ കാർ വിളിച്ചാണ് വന്നിരിക്കുന്നത്. മോനെ, ഞാൻ എത്ര പറഞ്ഞിട്ട് ഇച്ചാൻ കേൾക്കുന്നില്ല. എന്നാ മമ്മി ആ കാറിന് വെക്കോളൂ. ഞാൻ പപ്പായെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കാറിന് വന്നോളാം. എനിക്കൊന്ന് ഫ്രഷ് ആവുകയും വേണം. ആദ്യം തന്നെ ആരെയും കണ്ടില്ലെങ്കിൽ അവള് വല്ലാതെ വിഷമിക്കും. മോമെല്ലാം കഴിച്ചോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ മമ്മി ചെല്ല്. ജോണി, നിന്നെ ഞാൻ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റ് ആക്കിയത് എനിക്ക് കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്.
ഇപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുക. നീ ഒരു കേസ് ഫയൽ ചെയ്യണം. കേസോ? എന്ത് കേസ്? ആ കന്യാസ്ത്രീ മഠത്തിനും അച്ഛനുമെതിരെ എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയതിന് ഒരു ഹേബിയസ് കോർപ്പസ്. അപ്പൻ ഇങ്ങനെ വെറും ഒരു രാഷ്ട്രീയക്കാരനാവാതെ, ഇത് ജയവും തോൽവിയും ഒന്നും അല്ലപ്പ. അവളുടെ ജീവിതം അവള് തിരഞ്ഞെടുത്തു. അവൾ പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ, ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാ. ഞങ്ങളുടെ 1ാം റാങ്കുകാരിയാ സിസ്റ്റർ കാതറിൻ. വക്കീലായിട്ട് അവൾ വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആ എൻഡോസൾഫാൻ ഫാക്ടറിക്കെതിരായി സമരം ചെയ്തവരുടെ കൂട്ടത്തില് ഈ സിസ്റ്ററും ഉണ്ടായിരുന്നു. അപകടമാണെന്ന് അറിഞ്ഞിട്ടും ആ പാവങ്ങളെ രക്ഷിക്കാൻ അവസാനം വരെ അവർ പോരാടി. അങ്ങനെ അവർക്ക് ക്യാൻസർ പിടിപെട്ടത്. ഇപ്പോ ഫാക്ടറി പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ സിസ്റ്ററിന്റെ ഒറ്റ കഷ്ടപ്പാടാണ്. ഒരു മീഡിയ അത് റിപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർക്ക് മുൻപിൽ ഇവരൊക്കെ വെറും പാവപ്പെട്ട കന്യാസ്ത്രീകളാണ്. എന്റെ സ്വപ്നങ്ങളാണ് തകർത്ത് കളഞ്ഞത്. ഡോക്ടറാക്കി അവളെ വലിയ ഹോസ്പിറ്റലിലാക്കി ഈ നാട് മുഴുവൻ അറിയുന്ന ആളാക്കി മാറ്റാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നിട്ട് എന്ത് കിട്ടാനാപ്പാ? ആളുകളുടെ കയ്യിൽ നിന്ന് കഴുത്തിറക്കുന്ന പൈസ വാങ്ങിച്ച് അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ അപ്പാ? ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിലെ സ്വാധീനം കൊണ്ട് അപ്പനുണ്ടാക്കിയ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അപ്പാ? ഒരു ദിവസമെങ്കിലും അപ്പൻ മനസ്സമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടോ? അതൊക്കെ കൊണ്ടാ ഈ നാട് വിട്ട് ഈ വക്കീൽ പണിയും വിട്ട് ഞാൻ പുറത്തു പോയത്. അപ്പം വരുന്നുണ്ടെങ്കിൽ വാ, നമുക്ക് ജിൻസിമോളുടെ അടുത്ത് പോവാം. ഇല്ലടാ, അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോ നിന്നോട് അപ്പാ എന്ത് പറ്റിയപ്പാ? എങ്ങനെയുണ്ട് ഇപ്പോൾ? വേദന കുറവുണ്ടോ? എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുവോ? എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ജീവൻ രക്ഷിച്ച ആ ഡോക്ടറെ എനിക്കൊന്ന് കാണണം. ഒന്നാ കരം പിടിച്ച് ചുംബിക്കണം. മരണം അടുത്തു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ വിലകെട്ടതാണെന്ന്. ആ ഡോക്ടർ എന്ന് പപ്പയെ കാണാൻ വരുന്നുണ്ട്. ദേ ആ വരുന്നതാണ് പപ്പയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർ, സിസ്റ്റർ സ്നേഹ തെരസ്. ഒരുപാട് നന്ദി, എന്റെ ജീവൻ രക്ഷിച്ചത്. ഇതെന്റെ ജിൻസിമോളല്ലേ? എന്തുമാത്രം വെറുത്തതാ എന്റെ മോളെ. എന്നിട്ട് ഇച്ചാന്റെ ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ എന്റെ മോളെ തന്നെ ഈശോ അയച്ചത് കണ്ടോ? ഈ ഉടുപ്പ് ഇട്ട് പപ്പയുടെ അനുഗ്രഹം വാങ്ങാൻ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇന്നത് സാധിച്ചു. എന്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി. കാശ് കൂടിയപ്പോ അപ്പന്റെ കണ്ണ് മറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കും. അതൊന്നും സാരമല്ലോ അപ്പ. എനിക്ക് കുറച്ച് നേരത്തെ ദൈവവിളി കിട്ടി. എന്റെ അപ്പന് ഇപ്പഴാ കിട്ടി. അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം ഏറ്റവും വലിയ ധനികനാണ് ഇപ്പൊ എന്റെ മോളെ ഞാൻ കൊടുത്തേക്കുന്നത്. എന്നാ ആ ധനികന്റെ പേര് ഇച്ചാനെന്ന് പറഞ്ഞേ, എല്ലാരും കേക്കട്ടെ. എനിക്ക് ആയുസ് നീട്ടിത്തന്ന ഒരവസരം കൂടി ജീവിതത്തിൽ തന്ന എന്റെ കർത്താവ് ഈശോ മിശിഹ.
അതെ, അപ്പൊ എല്ലാരും ഹാപ്പി ആയല്ലോ. കുരിക്കാട്ടിലെ ഫിലിപ്പ് ചായന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടന്നിരിക്കുന്നു. അപ്പൊ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഫിലിപ്പ് ചായ? എന്റെ ഇടവക പള്ളിയിലേക്ക് എന്റെ കണ്ണു തുറപ്പിച്ചത് എന്റെ മോള. ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിച്ചു തുടങ്ങണം, എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ.